പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരത്തിലുള്ള ഓറോട്ടിപ്പത്തിരിയാണ് ഇന്നത്തെ റെസിപ്പി. അധികം കുഴയ്ക്കാതെ, രുചി ഒട്ടും കുറയാതെ എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നു. ഇതിനകത്ത് കൊച്ചുള്ളിയും തേങ്ങായും ചെറിയ ജീരകത്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഈ ഓറോട്ടിയെ രുചികരമാക്കുന്നു. ഇത് ഓറോട്ടിപ്പത്തിരി എന്ന് പേര് പറയാൻ കാരണം ഇത് കനം കൂട്ടിയാൽ ഓറോട്ടിയായും കനം കുറച്ച് നല്ല സോഫ്റ്റ് പത്തിരിയായും ഉണ്ടാക്കാം. ഇനി ഈ പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനൊരു വലിയ പാനിൽ 2.25 കപ്പ് വെള്ളം തിളപ്പിക്കുക. നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങായും 1/4 കപ്പ് അരിഞ്ഞ കൊച്ചുള്ളിയും ചേർക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സബോള ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി. എന്നാൽ ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ നല്ല രുചി കൂടും. ഇങ്ങനെ ഇതിട്ട് കഴിഞ്ഞ് വീണ്ടും ഈ വെള്ളം നന്നായി തിളപ്പിക്കണം. അങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് 1 കപ്പ് വറുത്ത അധികം തരിയില്ലാത്ത അരിപ്പൊടി, അത് പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ഒക്കെ ആകാം, അതിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ ഇവിടെ മാത്രമാണ് മാവ് നല്ലതായിട്ട് ഇളക്കുന്നത്. ഈ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ വെള്ളം തിളപ്പിച്ചിട്ട് ആദ്യമേ നമ്മൾ പൊടി ഇടുകയാണെങ്കിൽ ആദ്യം തൊട്ട് നമ്മൾ ഇളക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ വെള്ളം തിളച്ച് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇളക്കിയാൽ മതി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം. സെയിം പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മാവ് ചൂട് കൊണ്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ ഈ മാവിന് നല്ല ചൂടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോഴതിൻ്റെ ചൂടൊക്കെ മാറും. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് നന്നായി കുഴയ്ക്കണം. ചെറിയ ജീരകത്തിന് പകരം താല്പര്യമെങ്കിൽ വലിയ ജീരകവും ഇടാം. നന്നായി ഇവിടെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായും നല്ല മണമുള്ള മാവ് റെഡിയായി കിട്ടും. ഈ മാവിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഉരുളകൾ ഉണ്ടാക്കാം. ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഇത് ഉള്ളം കൈയിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് ഒരു കട്ടിയുള്ള പാത്രം കൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇങ്ങനെ എല്ലാ ഉരുളകളും പരത്തി ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്യുക. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല ഇവിടെ. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് ഓറോട്ടിപ്പത്തിരി 2 3 അല്ലെങ്കിൽ 1 ഒക്കെ നിരത്തണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കാനായിട്ട്. ഒരു വശം മുരിഞ്ഞു വരുമ്പോൾ മറുവശം തിരിച്ചിടുക. അങ്ങനെ 2 വശവും തിരിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഒക്കും. ഇവിടെ നല്ല സോഫ്റ്റായും ടേസ്റ്റിയുമായ പത്തിരി റെഡിയായി. താല്പര്യമെങ്കിൽ പത്തിരിയുടെ പുറത്തും ഓയിൽ ബ്രഷ് ചെയ്യാം. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പത്തിരി വളരെ സോഫ്റ്റാണ്. ഇത് വെജിറ്റബിൾ കറിയുടെ കൂടെയോ നോൺ വെജ് കറിയുടെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.